Emmanuel Silks, M Space Shopping Center, Mele Patambi. Also at Kanyangad, Payyanur, Kannur and Iriti. നിയമസഭാ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് നാളെ സമാപനം. മുന്നണികളുടെ പ്രചരണം അവസാന ഘട്ടത്തിൽ. പട്ടാമ്പി മണ്ഡലത്തിലും വാശിയേറിയ പ്രചരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചരണം നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന പരസ്യപ്രചരണത്തിനാണ് നാളെ തിരശ്ശീല വീഴുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലും വാശിയേറിയ പ്രചരണമാണ് നടന്നത്. LDF സ്ഥാനാർത്ഥിയായി നിലവിലെ MLA മുഹമ്മദ് മൂസിനും, UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ TP ഷാജിയും, NDA സ്ഥാനാർത്ഥിയായി BJPയിലെ അഡ്വക്കേറ്റ് P മനോജും, SDPI സ്ഥാനാർത്ഥിയായി അമീർ അലിയും മറ്റും 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം മണ്ഡലത്തിൽ തിങ്കളാഴ്ചയും പൊടിപൊടിച്ചു. നാളെ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചരണത്തിന് തിരശ്ശീല വീഴും. പട്ടാമ്പി, കൊപ്പം ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായ കൊട്ടിക്കലാശങ്ങൾ നടക്കുന്നത്. ഓരോ മുന്നണികൾക്കും പ്രത്യേക ഇടങ്ങളും കൊട്ടിക്കലാശത്തിനായി പോലീസ് അനുവദിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ 3ാം കൂടം ലക്ഷ്യമിട്ടാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ പ്രചരണവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം. പട്ടാമ്പിയിൽ ഒരു മാറ്റം ലക്ഷ്യമിട്ടായിരുന്നു NDA സ്ഥാനാർത്ഥിയും രംഗത്തുള്ളത്. തൃത്താല മണ്ഡലത്തിലും വാശിയേറിയ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശവും ആവേശഭരിതമാക്കുവാൻ തൃത്താല മണ്ഡലത്തിലെ മുന്നണി പ്രവർത്തകരും തീരുമാനിച്ചു കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിയായി നിലവിലെ മന്ത്രി MP രാജേഷും, UDF സ്ഥാനാർത്ഥിയായി മുൻ MLA VT ബൽറാമും, NDA സ്ഥാനാർത്ഥിയായി BJPയിലെ V ഉണ്ണികൃഷ്ണനുമാണ് മത്സരരംഗത്തുള്ളത്. വാശിയേറിയ പ്രചരണ പ്രവർത്തനമാണ് തൃത്താല മണ്ഡലത്തിലും നടന്നത്. തൃത്താലയിലെ കൊട്ടിക്കലാശവും ശക്തി തെളിയിക്കുവാനുള്ള വേദിയായാണ് മുന്നണികൾ കാണുന്നത്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലേക്ക് എത്തിയിരുന്നു.